എമ്പുരാൻ സിനിമയിൽ 17 ഭാഗങ്ങളല്ല 24 ഭാഗങ്ങൾ കട്ട് ചെയ്തു മാറ്റിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനായി ഒഴിവാക്കുകയും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടിനീക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാദമായ വില്ലന്റെ ബജ്രംഗി എന്ന പേര് ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ സിനിമയിലെ നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന സീൻ, പ്രധാന വില്ലൻ കഥാപാത്രവും സഹവില്ലൻ കഥാപാത്രവുമായുള്ള സംഭാഷണം എന്നിവ ഒഴിവാക്കി. സിനിമയിൽ NIA കുറിച്ചുള്ള പരാമർശം മ്യൂട്ട് ചെയ്യുകയും കാറിലെ ബോർഡ് ഒഴിവാക്കുകയും ചെയ്തു. കൂടാതെ സിനിമയുടെ തുടക്കഭാഗത്തിൽ കാണിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകളും മൃതദേഹത്തിന്റെയും സംഘർഷത്തിന്റെയും ദൃശ്യങ്ങളും ഒഴിവാക്കി. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയും അദ്ദേഹത്തിന്റെ പിതാവുമായുള്ള സംഭാഷണത്തിലും വെട്ടിയിട്ടുണ്ട്. നടൻ നന്ദുവിന്റെ മന്ത്രി കഥാപാത്രത്തിന്റെ ചില പരാമർശങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. മാർച്ച് 27-നാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ എമ്പുരാൻ റിലീസിനെത്തുന്നത്. ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തീപിടിക്കുന്നത്. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ എമ്പുരാനിൽ സ്വന്തം നിലയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡിനെ നിർമ്മാതാക്കൾ സമീപിച്ചെന്ന വാർത്തകൾ വന്നിരുന്നു. കലാപ ദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അടക്കം 17 ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യുമെന്നും ഒപ്പം വില്ലന്റെ പേര് മാറ്റി തിങ്കളാഴ്ചയോടെ വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയാകുമെന്നുമായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ തിങ്കളാഴ്ചയും വെട്ടാത്ത ഭാഗങ്ങളാണ് തിയേറ്ററിൽ ഓടിയത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധി ദിവസമായിട്ടും സിനിമയുടെ എഡിറ്റിംഗ് സംബന്ധിച്ച് ഞായറാഴ്ച രാത്രി വരെ സെൻസർ ബോർഡ് അംഗങ്ങൾ പ്രത്യേക യോഗം ചേരുകയും മാറ്റം വരുത്തേണ്ട രംഗങ്ങളെക്കുറിച്ച് വീണ്ടും സിനിമകൾ കണ്ട് തീരുമാനിക്കുകയും ചെയ്തു. സിനിമയുടെ ആദ്യ ഭാഗം 20 മിനിറ്റോളം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് ചർച്ച ചെയ്ത് 3 മിനിറ്റോളം വെട്ടിമാറ്റിയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു അത്രേ. സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ബജ്രംഗി എന്ന പേരിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശവും സിനിമയുടെ അണിയറ പ്രവർത്തകർ പാലിക്കുകയും ചെയ്തു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഖേദപ്രകടനം നടത്തുകയും സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സിനിമയുടെ എഴുത്തുകാരനായ മുരളി ഗോപി വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നതും ചർച്ചയായിരുന്നു. സിനിമാ സംഘടനകളും മൗനം പാലിക്കുകയാണ്. 4 ഭാഷകളിലായി 4000 തിയേറ്ററുകളിലാണ് എമ്പുരാൻ നിലവിൽ പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ എമ്പുരാൻ എന്ന സിനിമ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരുന്നു. ആ വിശ്വാസത്തിന്റെ പേരിൽ തങ്ങൾ ഒരുമിച്ചാണ് സിനിമ റീ എഡിറ്റ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 മിനിറ്റും ഏതാനും സെക്കൻഡുകളും മാത്രമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇത് മറ്റാരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്നും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തതാണെന്നും ഏതെങ്കിലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് വിഷമമുണ്ടായാൽ പോലും അത് തിരുത്തണമെന്ന് കരുതുന്നതാണ് ഞങ്ങളെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചത്. പൃഥ്വിരാജിന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല എമ്പുരാൻ. അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. എത്രയോ വർഷമായി ഞങ്ങൾ സൗഹൃദം വെച്ച് പുലർത്തുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.